എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അമേരിക്കൻ അപ്പറ്റൈസറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടർ എന്ന് പറയും. ബഫലോ ചിക്കൻ വിങ്സ് ആണിത്. ഇത് നമ്മുടേതായ രീതിയിലേക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ഒരു സ്റ്റാർട്ടറാണിത്. ഇതിന് വേണ്ടിയിട്ട് 10 ചിക്കൻ വിങ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ വിങ്സിൻ്റെ അറ്റഭാഗം കട്ട് ചെയ്തിട്ട് പിന്നീട് ഓരോ വിങ്സ് രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നല്ലതുപോലെ ഉപ്പും വിനാഗിരി ഇട്ട് നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വിങ്സാണിത്. അതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് 1/4 ടീസ്പൂൺ, ഗാർലിക് പൗഡർ 1/4 ടീസ്പൂൺ, ഇത്രയിട്ട് ചിക്കൻ മിക്സ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. പിന്നെ നമുക്കതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടിങ് വേണം. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദ, 1/4 കപ്പ് മൈദ ഇട്ടു, കോൺഫ്ലവർ 1/3 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. പൊടികളും ഉപ്പും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു പാനോ അല്ലെങ്കിൽ ഞാൻ ഒരു വോക്കാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ചൂടാവാനായിട്ട് വെക്കണം. ഇനി നമുക്കത് ആ ചിക്കൻ വിങ്സ് ഓരോന്നും ആ പൊടിയിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ചിക്കൻ വിങ്സ് എടുത്ത് പൊടിയിൽ നല്ലതുപോലെ പ്രസ് ചെയ്ത് നമ്മൾ ആ ചിക്കൻ വിങ്സിലേക്ക് നല്ലതുപോലെ കോട്ടാവുന്ന രീതിയിൽ പ്രസ് ചെയ്ത് വേണം പൊടി എടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുഴഞ്ഞ് വെക്കണം. കുഴഞ്ഞിട്ട് അതങ്ങ് മാറ്റി വയ്ക്കുക. അങ്ങനെ ഓരോ ചിക്കൻ വിങ്സും ആ പൊടിയിൽ നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണം. ഓരോ പാക്കറ്റിലും ചിക്കൻ വിങ്സ് ചിലപ്പോൾ 10 ആയിരിക്കും, ചിലപ്പോൾ 12 കിട്ടും. നമ്മുടെ ആ ചിക്കൻ വിങ്സിൻ്റെ സൈസിനനുസരിച്ച് പാക്കറ്റിൽ കിടക്കുന്ന ചിക്കൻ വിങ്സിൻ്റെ നമ്പറിനും വ്യത്യാസം ഉണ്ടാവും. മുഴുവൻ ചിക്കൻ വിങ്സിലേക്കും കൂടെ ഇത് പൊടി കോട്ട് ചെയ്യേണ്ട. നമുക്ക് ആ ഓയിലിൽ എത്രമാത്രം നമുക്ക് ചിക്കൻ വിങ്സ് ഇടാവോ അത്രയും ചിക്കൻ വിങ്സ് കോട്ട് ചെയ്ത് വെച്ചാൽ മതി ആദ്യം. ഇപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ വിങ്സ് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സ്കിൻ കളയാത്ത ചിക്കൻ വിങ്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയ ശേഷം നമുക്ക് മറിച്ചിടണം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ വിങ്സ് ഏകദേശം ഒരു ഇതൊക്കെ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള ചിക്കൻ വിങ്സ് ആ പൊടിയിൽ നല്ലതുപോലെ കോട്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ വിങ്സ് എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മൾ ആ കോട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള ചിക്കൻ മിക്സ് എണ്ണയിലിട്ട് നല്ലതുപോലെ ആദ്യം വറുത്തതുപോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതെല്ലാ പ്രായത്തിലുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്റ്റാർട്ടറാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം എല്ലാവരും. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതേപോലെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്കിനി അപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അങ്ങനെ മുഴുവൻ ചിക്കൻ വിങ്സും ഫ്രൈ ചെയ്തെടുത്തു. ഇനി ആ ഓയിലിലേക്ക് തന്നെ നമ്മൾ ഈ വറുത്ത് വെച്ച ചിക്കൻ വിങ്സ് ഒന്നും കൂടി ഇട്ടിട്ട് വറുക്കുകയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ക്രിസ്പി ആവുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് 1 മിനിറ്റോ 2 മിനിറ്റോ ജസ്റ്റ് ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിനൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. റെഡ് കളർ ചില്ലി സോസാണ്. പിന്നെ കെയിൻ പെപ്പർ, ഇത് വോയിസ്റൈൻ സോസാണ്. ഗാർലിക് പൗഡർ, 1/2 കപ്പ് റെഡ് ചില്ലി സോസ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു. കെയിൻ പെപ്പറാണത് 1 ടീസ്പൂൺ. ഇത് ക്രഷ് ചില്ലി ഇടിച്ച മുളക് പൊടി 1 ടീസ്പൂൺ. ഗാർലിക് പൗഡർ 3/4 ടീസ്പൂൺ. ഉപ്പ് 1/4 ടീസ്പൂൺ. ഇത് വോയിസ്റൈൻ സോസാണ്, അത് ഒരു 1/2 ടീസ്പൂൺ. വിനാഗിരി 1 ടേബിൾ സ്പൂൺ. അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി വേറൊരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു പാൻ ചൂടാക്കി ആ പാനിലേക്ക് 50 ഗ്രാം ബട്ടർ ഇടണം. ബട്ടർ നല്ലതുപോലെ മെൽറ്റായി വേണം. ബട്ടർ നല്ലതുപോലെ മെൽറ്റായ ശേഷം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സോസ് ബട്ടറിലേക്ക് ചേർക്കണം. ഇതിൽ ബട്ടർ തന്നെ ചേർക്കാവുള്ളൂ, ഓയിലൊന്നും ചേർക്കരുത്. അത് ആ ബട്ടറും സോസും കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ സോസ് ഒന്ന് തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൽ നിന്ന് 1 സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് ഒന്ന് തിക്കാക്കി എടുക്കണം ആ സോസിനെ. അപ്പോൾ കോൺഫ്ലവർ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ തിളച്ച ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വിങ്സ് സോസിലേക്ക് ചേർക്കാം. അമേരിക്കയിൽ ബഫലോ ചിക്കൻ വിങ്സ് സെർവ് ചെയ്യുന്നത് റാഞ്ച് ഡ്രസ്സിങ്, ബ്ലൂ ചീസ് ഡ്രസ്സിങ്ങിൻ്റെ കൂടെയാണ്. പിന്നെ അതേപോലെ തന്നെ അവർ അതിൻ്റെ കൂടെ ക്യാരറ്റും സെലറി സ്റ്റിക്സ് കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ ചിക്കൻ വിങ്സിലേക്കും ആ സോസ് നല്ലതുപോലെ കോട്ടാവണം. അപ്പോൾ അതേപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ആ സോസ് എല്ലാം ചിക്കൻ വിങ്സിൽ നല്ലതുപോലെ കോട്ടായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് 1 പിഞ്ചോ 2 പിഞ്ചോ പഞ്ചസാരയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാർട്ടർ റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസിന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റാർട്ടറാണിത്. നല്ല ചൂടോടുകൂടി കഴിക്കണം. ഏത് പ്രായത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്റ്റാർട്ടറാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ എഴുതി അറിയിക്കുക കമൻറ്റ് ബോക്സിൽ.